പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ സമ്മിശ്രമായി എന്തിൽ അനുഭവിക്കുന്നോ അതിലാണ് നമ്മൾ 100% ആസ്വദിക്കുന്നത്. സ്ക്രീനിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സ്ക്രീനിന്റെ പുറത്തുള്ള നമ്മുടെ ലോകത്ത് അനിലിനെ കാണുമ്പോഴും അല്ല ഞാൻ മിസ്റ്റർ സതീഷിനെ കാണുമ്പോഴും ഒക്കെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ണ് കളക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ചെവി കളക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ത്വക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അത് മാക്സിമം 2 ഇന്ദ്രിയങ്ങളിലേക്ക് ചുരുങ്ങും. കാഴ്ചയും കേൾവിയും മാത്രം. അതെ, സൗണ്ടും വിഷ്വലും മാത്രമാവും. ഈ സൗണ്ടും വിഷ്വലും മാത്രം അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണ് എങ്ങനെ കണ്ണിന്റെ ഫോക്കൽറ്റീസിനെ തന്നെ പരിമിതപ്പെടുത്തുന്നുവോ അതേപോലെ ശരീരത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഉപയോഗശൂന്യമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പാറ്റേൺ ആയി മാറും. അതെ, തീർച്ചയായും കണ്ണും ചെവിയും പാറ്റേണിൽ ഡോമിനേറ്റ് ചെയ്യും. ഇതൊരു വലിയ രോഗാവസ്ഥയായി പരിണമിച്ചൂടെ? തീർച്ചയായിട്ടും നമ്മൾ 2 ഇന്ദ്രിയങ്ങളുള്ള ജീവിയായി ചുരുങ്ങാം. നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫ്യൂച്ചർ അതാവാം. കാണാനും കേൾക്കാനും മാത്രം. അത്ര മനോഹരമായ ഒരു പൂവിനെ ഞാൻ സ്റ്റേറ്റസ് വെച്ച് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കത് മണക്കാൻ പറ്റൂലല്ലോ. പക്ഷെ നേരത്തെ മണം നമ്മുടെ മനസ്സിൽ കിട്ടും. പൂവിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മനസ്സിൽ സംഭവിച്ചേക്കാം. നിങ്ങൾക്കത് മനസ്സിൽ സംഭവിക്കൽ തന്നെ നേച്ചറായി മാറി കഴിഞ്ഞാൽ പിന്നെ മൂക്കിന്റെ ആവശ്യം എന്താ? അപ്പൊ നമ്മൾ ഇതിന് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. നമ്മളുടെ എല്ലാ അവയവങ്ങളും പഞ്ച ഇന്ദ്രിയ അനുഭവങ്ങൾ എത്രയധികം റിഡ്യൂസ് ആവുന്നോ അത്രയധികം നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോകും. ഞാനൊരു മൈൻഡ്ഫുൾനെസ് ടീച്ചറും കൂടെയാണ്. പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ സമ്മിശ്രമായി എന്തിൽ അനുഭവിക്കുന്നോ അതിലാണ് നമ്മൾ 100% ആസ്വദിക്കുന്നത്. ജീവിതം ശരിക്കും ആസ്വദിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ കൃത്യമായ അളവിൽ സൂത്തിങ് എക്സ്പീരിയൻസ് ഉള്ള ദൃശ്യവിരുന്ന് അവിടെ കിട്ടണം, കൃത്യമായ സ്മെല്ല് അവിടെ കിട്ടണം, കൃത്യമായ ടച്ച് അവിടെ കിട്ടണം, ഇനി കൃത്യമായ രുചി നാവിനും കിട്ടണം. നമ്മുടെ ചില ഫെസ്റ്റിവൽസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഇത് കറക്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും മൈൻഡ്ഫുൾ ക്ലാസ്സുകളിൽ ഉദാഹരണം പറയുന്ന ഒരു സാധനമുണ്ട്, അമ്പലങ്ങളിലെ ദീപാരാധന. നല്ലൊരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് ആണ്. അവിടെ കൃത്യമായ വിഷ്വൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദീപാരാധന കഴിഞ്ഞ് നടയൊക്കെ തുറക്കുമ്പോൾ ഞാൻ അതിനെ റിലീജിയസ് അല്ലാതെ കാണാൻ പഠിക്കുന്ന ഒരാളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ഡെയിലി വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരെന്നും ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് 100%. ആ രൂപത്തെ അലങ്കരിച്ച് ദീപങ്ങളൊക്കെ കത്തിച്ച് മനോഹരമായൊരു ദൃശ്യവിരുന്ന്, മണിനാദങ്ങളും ഈ ഇടയ്ക്കയും ഒക്കെ ശംഖൊക്കെ ആയിട്ട് നല്ലൊരു കർണമധുരമായ ഒരു ശബ്ദവിരുന്ന്, ശംഖതീർത്തൊക്കെ ഇങ്ങനെ തെളിച്ച് നമ്മുടെ ബോഡിയിലേക്ക് ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു ടച്ച് എക്സ്പീരിയൻസ് തരുന്നു. പുക ആ സാമ്പ്രാണിയൊക്കെ കത്തിച്ചുണ്ടാകുന്ന പുകയിലൂടെ നമുക്കൊരു സുന്ദരമായ സ്മെല്ല് കിട്ടുന്നു. തീർത്ഥവും എന്തേലും പ്രസാദമൊക്കെ നാവിന് നല്ലൊരു രുചി തരുന്നു. അവിടെ ഒരു അമ്പലനടയിൽ നിന്ന് ഒരു മനുഷ്യനൊരു നല്ലൊരു അനുഭൂതി ഉണ്ടായി എങ്കിൽ അതിന് ദൈവം വേണമെന്ന് ഒരാവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ അവിടെ സെറ്റായ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ 5 എക്സ്പീരിയൻസും ഇതിന്റെ പരിപൂർണതയിൽ അനുഭവിക്കുന്ന ഒരു സ്ഥലത്തെ അനുഭവം ദൈവികമായിരിക്കും, ഒരു സാധാരണ അനുഭവമായിരിക്കില്ല. അപ്പം നമ്മൾക്ക് ആ ഇരിക്കുന്നത് ഏതോ ഒരു ശില്പി കൊത്തിവെച്ചൊരു കല്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ സൃഷ്ടിക്കുന്ന അന്തരീക്ഷമാണ് നമ്മളെ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നത്.